വീടുകളിൽ ഡയാലിസിസ് സാധ്യമാകുന്ന ഫ്ലൂയിഡ് ബാഗുകൾ കിട്ടാനില്ലെന്ന ജനം TV വാർത്തയിൽ അടിയന്തര അന്വേഷണത്തിന് ഉത്തരവിട്ട് മനുഷ്യാവകാശ കമ്മീഷൻ. വൃക്ക രോഗികൾക്ക് വീടുകളിൽ തന്നെ ഡയാലിസിസ് സാധ്യമാക്കുന്ന ഫ്ലൂയിഡ് ബാഗുകൾ കിട്ടാനില്ലെന്ന പരാതിയിലാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ആരോഗ്യവകുപ്പ് ഡയറക്ടർക്കാണ് കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണും ജുഡീഷ്യൽ അംഗവുമായ കെ ബൈജുനാഥ് നിർദ്ദേശം നൽകിയത്. 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം. ഫെബ്രുവരി 20-ന് കോഴിക്കോട് നടക്കുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കും. ജനം TV വാർത്തയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. സർക്കാർ കുടിശ്ശിക നൽകാത്തത് കാരണമാണ് ഫ്ലൂയിഡ് ബാഗുകൾ നൽകാത്തതെന്നായിരുന്നു ആക്ഷേപം. സർക്കാർ ആശുപത്രികളിൽ നിന്ന് സൗജന്യമായി ലഭിച്ചിരുന്ന ബാഗുകൾ സ്വകാര്യ ആശുപത്രികളിൽ നിന്ന് വൻ തുക മുടക്കി വാങ്ങേണ്ടി വന്നിരുന്നു. കുന്നമംഗലം സ്വദേശിനിയായ 8 വയസ്സുകാരി ഉൾപ്പെടെ നിരവധി രോഗികൾ ദുരിതം അനുഭവിക്കുകയാണ്. ഒരു ദിവസത്തെ ഡയാലിസിസിന് മാത്രം 1800 രൂപ മുടക്കണം. പെരിറ്റോണിയൽ ഡയാലിസിസ് സർക്കാർ സഹായത്തോടെ ചെയ്യുന്ന 530 രോഗികളാണ് സംസ്ഥാനത്തുള്ളത്. ജനം, കോഴിക്കോട്.